ഇന്ന് നമ്മൾ ഒരു പഴയ കാലത്തെ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ ഇത്. ഇതിലധികം മസാലകളൊന്നും വേണ്ട, പിന്നെ വഴട്ടണ്ട, പിന്നെ തക്കാളി വേണ്ട, സവാള വേണ്ട. മീനും പുളിയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. പിന്നെ അത് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കുന്ന ഒരു നല്ല എരിവും പുളിയുമുള്ളൊരു മീൻ കറിയാണ്. നമ്മളുടെ കപ്പൻ്റെ കൂടിയും ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പണ്ട് കാലങ്ങളിൽ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്ത് മീൻ കറിയൊക്കെ ചീത്തയാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് അവർ മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. 4 ദിവസം വരെയും പുറത്ത് വെച്ചാൽ ചീത്തയാവാത്ത മീൻ കറിയാണ് കേട്ടോ ഇത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കണ്ടാലോ. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് കേട്ടോ. നമ്മളുടെ വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 200 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പുളിനെ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പഴയ കാലത്തെ മീൻ കറിയുടെ രുചിയൊന്നും ഇന്നത്തെ കാലത്ത് കിട്ടാറില്ല. പക്ഷേ ഇങ്ങനെ പഴയ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള കറികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വ്യത്യസ്ത രുചിയായിട്ട് ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ എല്ലാവരും കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ പുളിയെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു സാധനം വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിലാണ് ഈ മീൻ കറി എന്തായാലും ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോഴാണത് ചീത്തയാവാതെ ഇരിക്കുക കേട്ടോ. ഇനി ചട്ടി വെച്ച് കൊടുത്തിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത പുളി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പേർക്കൊക്കെ കഴിക്കേണ്ട അളവിലാണ് ഈ മീൻ കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ മീനിൻ്റെ അളവ് കൂട്ടുമ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഇരട്ടിയാക്കിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഒരു 200 ml വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ 400 ml വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളി വെള്ളമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് കാരണം 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പണ്ട് കാലങ്ങളിൽ കാശ്മീരി മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കാറില്ല. മൊത്തത്തിൽ നല്ല എരിവുള്ള ഒരു മീൻ കറിയായിട്ടാണ് ഇത് ഉണ്ടാവുക. മുളക് പൊടിയാണ് ഇതിലേക്ക് കൂടുതലായിട്ടും ചേർക്കുന്നത്. മുളക് പൊടിയും ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. 4 പച്ചമുളക് കീറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല. ഈ പുളിയും മുളകും എല്ലാം ചേർത്തത് ചട്ടിയിലാണ്. ഇനി നമ്മൾ മീനൊക്കെ ചേർത്തിട്ട് വേണം നമുക്കിതിന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആഗോലിൻ്റെ തലയും പിന്നെ 2-3 പീസുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത്രയും മതിയാവും. ഞങ്ങൾ 3 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. അയിലയോ മത്തിയോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ അല്പം കൂടി പുളി കുറച്ചും കൂടിയിട്ട് കൂട്ടി വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇനി നമുക്ക് മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിനെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മീൻ കറിയല്ലേ ഇത്. കുട്ടികൾക്ക് പോലും ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഈ മീൻ കറിയിലേക്ക് മല്ലിപ്പൊടിയോ ഉലുവാപ്പൊടിയോ പിന്നെ തക്കാളി സവാള ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല സ്വാദായിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ അത്. നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ സ്ലിമ്മിലേക്ക് ഇട്ട് വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഈ മീൻ കറി ബാക്കി വന്നാൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്ത് വെച്ചാലും ചീത്തയാവാതെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി നമുക്കിതിനെ അടുപ്പ് കൊണ്ട് അടിച്ചിട്ട് 10 മിനിറ്റ് നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിനെ നമുക്ക് ചെറുതായിട്ട് മുറിച്ച ശേഷം വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് ഈ ഒരു ഉള്ളിനെ വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വറവും കൂടി അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത് ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് ഉള്ളി വറുത്തിട്ട് ചേർക്കണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ ഒരു പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിതിപ്പോൾ കുറച്ചുകൂടി ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. നമ്മളുടെ കിടിലൻ ടേസ്റ്റുള്ള നല്ലൊരു
മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയോ കപ്പൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. ഇത് ഈ മീൻ കറി കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദിവസം ഇതിനെ കാലത്ത് എണീക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കുക. ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കുക. ഇത് കറി കഴിയുന്നവരെയും ദിവസം രാവിലെ ഒരു നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചൂടാക്കി വെക്കണം. അപ്പോൾ അത് ഒരിക്കലും ഒരാഴ്ച ആയാലും കേട് വരാതിരിക്കുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതേ ഒരു കറി മാത്രം മതിയാവും ഊണ് കഴിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, 4ാമത്തെ ദിവസത്തെ കറിയാണ് കേട്ടോ ഇത്. കറീൻ്റെ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരല്പം ചാറ് മാത്രമായിട്ടുണ്ട്. എന്നിട്ടും കറിക്ക് ഇപ്പോൾ വെച്ച കറി പോലെ തന്നെ ഉണ്ട് കേട്ടോ അത്. വീണ്ടും നമുക്ക് ചോറിലേക്ക് കുറച്ച് ക്യാബേജ് തോരനും പിന്നെ നമ്മളുടെ മീൻ മുളകിട്ടതും കൂടിയിട്ടാണ് ഇന്നത്തെ ഊണ് കഴിക്കുന്നത്. ഇതിപ്പോൾ ഈ കറി വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല, കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയിട്ടേ ഉള്ളൂ.